സ്റ്റീവും കൂടെ ഉണ്ടായിരുന്ന ഇത് ഈസി കളിയായിരുന്നടാ. എടാ കിടിലം കളിയടാ, ഒരു രക്ഷയില്ല. വെൽ പ്ലേഡ്, വെൽ ഫക്കിംഗ് പ്ലേഡ്. കിടിലം കളിയടാ, കിടിലം കളി. നമുക്ക് സോണിയും കൂടി കറക്റ്റ് ഉണ്ട്, നമുക്ക് എടുക്കായിരുന്ന കളിയായിരുന്നു. മന്ദാര സ്റ്റാൻലി ഓപ്പണിൽ വരുന്ന നീ കണ്ടില്ലേടാ? അണ്ണാ രണ്ട് സൈഡിൽ നിന്ന് കണ്ടില്ല അണ്ണാ. ഇപ്പുറത്തെ സ്നൈപ്പിനെ കവർ ചെയ്തോണ്ടിരിക്കുക, മനസ്സിലായോ? കിടിലം കളിയടാ, കിടിലം കളി, ഒന്നും പറയാനില്ല. സ്നൈപ്പ് വിഷയം കളി കളിച്ചേട്ടാ അവിടെ. മറ്റേ ലാസ്റ്റ് അടിച്ച വണ്ടീന്റെ മേലെ കയറിയപ്പോ എന്നെ കറക്റ്റ് ഹെഡ് കണക്ട് അങ്ങനെ. ഭയങ്കര അടിപൊളിയായിരുന്നത്. കളി കളിച്ചടാ, എന്ത് കളി. മയിര് ഡിസഡ്വാൻറ്റേജ് കൊണ്ടുവന്ന അമ്മാര് മുള്ളിട്ടുണ്ടാവും, മനസ്സിലായ? കുഴപ്പമില്ലടാ, 2 പേരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ലടാ, കിടിലൻ കളി, കിടിലൻ അടിപൊളി കളി. ഇത്രയും ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ ഫേവറബിൾ ആക്കിയെന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ലടാ, കിടിലൻ. സ്റ്റീവിനെ അവിടെ ടീം കില്ല് വീണ് പോയടാ, ഒന്നും ചെയ്യാനില്ല. കോള് കേട്ടില്ല, ഞാനും അടിച്ച വണ്ടിയില്. പക്ഷെ ഞാനും അടിച്ചായിരുന്നു ആ വണ്ടിയില്. അത് കണ്ടില്ല. നീല, നമുക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടാ. കാരണം നീ നമ്മളൊക്കെ ഫ്രണ്ടിലാ, നീ അപ്പോഴത്തേക്കിന് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞു, മനസ്സിലായ? അവിടെ ഒരു 40 ഇരിക്കുകയാണ് അവിടെ വണ്ടിയുടെ. എന്റെ വ്യൂവില് ഒരുത്തർ ഇങ്ങനെ റോൾ ചെയ്ത് ലെഫ്റ്റ് പോയി, മനസ്സിലായി? നിങ്ങൾ എന്റെ അടുത്തുണ്ടായിരുന്നു, അവൻ ഡെഡാ, മനസ്സിലായി? പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ആ ടൈമിങ് തെറ്റിപ്പോയി. ഇവൻ സ്നൈപ്പ് ചെയ്താ ഇപ്പൊ അറിയാതെ മിസ്ക്ലിക്ക് ആയി ചാടിപ്പോടാ, ഇല്ലെങ്കിൽ അല്ലേ? അതേപോലെ നമ്മുടെ രണ്ടുപേരും വേടാ, ജുഗ്രും സേവേജും മിസ്ക്ലിക്ക് ചെയ്തിട്ട് അവന്മാര് പോയത് രണ്ടുപേരും. ഞാൻ അടിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിൽ എന്റെ വണ്ടി ആരാ അവിടെ കൊണ്ട് കുത്തിച്ചത്? ഞാനാ നമുക്ക് അവിടെ ഓപ്ഷൻ സൂസൈഡ് ആയിപ്പോയി. ഞങ്ങള് സൂസൈഡ് ആയിരുന്നു. കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി കളിയായിരുന്നു, എല്ലാരും അടിപൊളി കളിച്ചു. സ്നൈപ്പ് എന്തിയാടാ? സ്റ്റീവേ പോട്ടറാ. ഇല്ല, അത് ആ കോള് കേട്ടില്ലടാ ആരും. നമുക്ക് കേൾക്കാൻ പറ്റിയില്ല. കാരണം എല്ലാരും ഓരോ കോൾസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്തെ നീ വണ്ടി എടുത്തെന്നുള്ള കോള് ആരും കേട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് എല്ലാരും അടിച്ചില്ല. മനസ്സിലായി. പക്ഷെ നീ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നീയാണ് ആ വണ്ടിയിലെന്നുള്ള കാര്യം അറിയണത്. നമ്മളെല്ലാരും അടിച്ച്. മനസ്സിലായി. പക്ഷെ നീ കൊണ്ടിട്ട വണ്ടിയിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്ര നേരം അവിടെ പിടിച്ചു നിന്ന് പോലും. അതാ, ആ വണ്ടി വേണമായിരുന്നു. പക്ഷെ നീ ആയിരുന്നു അതിനകത്തൊന്നും നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അതായിരുന്നു പ്രശ്നം. ആ കില്ല് അവന് മന്ദാരത്തിന് കിട്ടിയെന്നേ ഉള്ളൂ. എല്ലാരും അടിച്ചു നിന്നെ, മനസ്സിലായ? എല്ലാരും അടിച്ചു. ആ വണ്ടി മൊത്തം അടിച്ചടാ. എന്ന് വെച്ചാൽ നമ്മള് പെട്ടെന്ന് ഒരു വണ്ടി പുഷ് ചെയ്യുന്ന പോലെ വന്നു, മനസ്സിലായി? അവസാനം അതിന്റെ ഇടയ്ക്ക് അവൻ ഹാപ്പി ക്രിസ്മസ് പറയാൻ സോണോട്ട് വന്നു കേട്ടാ. അവൻ വണ്ടി എടുത്ത് ലാസ്റ്റ് മുള്ളി ഓടി ചെതറി അവിടെ തിരിച്ചു വന്നത്. എന്തൊരു പറയാ. അവർക്ക് ഓർമ്മയുള്ളൂ, പിന്നെ മൊത്തം വെടിക്കെട്ടായിരുന്നു. അതെ, ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ അവന് ഓർമ്മയുള്ളൂ. അവന്റെ ഇല്ല, നമ്മൾ കൊണ്ടുപോയപ്പോ ഒരു അറിഞ്ഞും കൂടി ഉണ്ടായിരുന്നില്ലേ ഫ്രണ്ടിൽ ഇവിടെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത്. ഒരു അറിഞ്ഞും കൂടി ഇല്ല ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പൊ അപ്പോഴേ ചത്ത്. ഞാൻ സ്നൈപ്പ് പിന്നെ എന്റെ സാവേജ് കൊണ്ട് കുത്തിയായിരുന്നു. അവന്മാരെ അണ്ണാക്കിൽ കൊണ്ട് കുത്തിയപ്പോ ഒരു അറിഞ്ഞുകൂടി ഉണ്ടായിരുന്നില്ല കൊണ്ട് കുത്തിയത് പോലും. ഞാൻ പിന്നെ അവരെ നോക്കുമ്പോ അവനെ കാണുന്നില്ല. മനസ്സിലായോ? സോണറിലല്ല, നിങ്ങളെല്ലാം ഡൗൺ ആയി കളി തീർന്നെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഇത്. അത് അടിപൊളിയായിരുന്നു, നൈസ് എൻട്രി ആയിരുന്നു. അത് ആരുടെ കോളായിരുന്നടാ? അത് നൈസ് കോൾ. എന്തായാലും ഞാൻ കുറെ നേരമായിട്ട് പറയാ എന്നെ കൊണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞവരെ കൊണ്ടുപോകും. അവനോട് പോയി അറിയില്ല, സ്നൈപ്പ് വിഷമിച്ചു പോയെന്ന് തോന്നുന്നു. ബട്ട് ഇത് ரொம்ப ക്ലോസ് കോൾ. അതെ, നന്നായിട്ട് കളിച്ചു. നമ്മുടെ മറ്റേ വണ്ടി മുതല് നമുക്ക് ഫുൾ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതെന്തായാലും നമുക്ക് പിന്നെ അടിക്കാം. അടുത്ത പിടിക്കാ. ഇപ്പൊ നമുക്ക് ടർഫ് കോളുമല്ലോ. ഈകളെ വീണ്ടും വിളി. ഇന്നല്ലേ വിളി? അടുത്തത് ഇനി എന്നാ? നാളെ ഉണ്ടാവും. എന്റെ നോക്ക നമ്മളവിടെ കൊണ്ടേ കുത്തിക്കേ. ഇത് നോക്കിയേ, ഞാൻ എത്ര പേരെ ഞാൻ കണ്ടത് അടച്ചാറടാ.
ഞാൻ അവിടെ പോയി തല നോക്കിയോ, ഞാൻ 50 പേര് മതിൽ എന്റെ POV ആണ്, എന്റെ POV കണ്ടു നോക്കി, എന്റെ POV ഇത് തന്നെ. എന്റെ POVയിൽ ഒരു 10 തല ഇങ്ങനെ പൊങ്ങി വന്നു അവിടുന്ന് ഇവിടുന്നായിട്ട്. ഞാനിവിടെ എനിക്ക് ഗണ്ണെടുക്കാനുള്ള സമയം പോലും കിട്ടിയില്ല, അതിന് മുമ്പ് പോയി. അല്ലേ പിന്നെ ഓൺ ഫുട്ട് ഇറങ്ങിയിട്ട് ഒരാള് മാത്രം അത് നടക്കത്തില്ല ആ സമയത്ത്, സമയവും ഇല്ല. എന്റെ പ്ലാൻ എന്തായിരുന്നു തന്നെ അറിയാമോ? എന്റെ മനസ്സില് ഈ സാധനം കണ്ടോ, ഇവിടെ തൊട്ടിരിക്കും, അപ്പൊ അവന്മാർക്ക് അത് അവിടെ നിന്ന് അടിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? അങ്ങനെയായിരുന്നു എന്റെ ഇതില്. അപ്പം ഇവര് ഇവിടെ സെന്റർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പാടായിരിക്കും. നമ്മൾ എങ്ങനെ സെന്ററിലോട്ട് കയറാൻ നോക്കിയാൽ നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നല്ലേ. എടാ അവർക്ക് ഫെൻസ് കിട്ടിയതായിരുന്നു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവർക്ക്, മനസ്സിലായോ? അതായിരുന്നു അവരുടെ കവർ. നമുക്ക് അങ്ങനെ ഒരു സാധനം നമുക്കില്ലായിരുന്നു. കൊണ്ടുപോയി ഈ വണ്ടികൾ കുത്താൻ മുമ്പേ ഞാൻ കുത്താൻ വിചാരിച്ച് പോയതാ. നോക്കുമ്പോ ചുറ്റിനും ആൾക്കാർ. ഒരു വണ്ടി ഞാനാ മറ്റേത് ഞാൻ ഇവിടെ വലിയ ഇതായിരുന്നു. ഈ ഡെസ്ട്രോ എങ്ങനെ, ഡെസ്ട്രോ എവിടെ? ഡെസ്ട്രോ അപ്പുറത്തെ സൈഡായിരുന്നു. അപ്പുറത്തെ കൊണ്ട് കുത്തിയായിരുന്നു. അടിക്കായിരുന്നല്ലേ. ഇപ്പൊ ഒരുത്തനെ കിട്ടും എനിക്ക്. നീ ചത്തില്ലേ? ഒരു പിക്ക് എടുക്കുവേ. ഇപ്പൊ എനിക്ക് ഇവിടെ അടി കിട്ടും, മറ്റേ മണ്ടയ്ക്ക് നിന്നിട്ട് കണ്ടായോ അടിച്ച് കിട്ടിയത്. നീ എന്നെ കൊണ്ട് അവിടെ ഹോൾസെയിലിന് വിറ്റിട്ട് അരമണിക്കൂറൊക്കെ ഇരുന്നല്ലേ അവിടെ? എടാ നീല നിന്റെ POV ജസ്റ്റ് ഒന്ന് കാണിച്ചേ. നീല നമുക്ക് അവിടെ എന്താ സംഭവിച്ചെന്നൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞ. നീ അല്ലടാ, ഞാൻ വേറെ വരുമ്പോട്ടെ എന്റെ POVയിൽ അത് പൊട്ടിത്തെറിച്ച് മറ്റേ സാധനം. ഞാൻ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടെ. നിങ്ങൾക്കൊന്നും പൊട്ടിയില്ല? ഇല്ല ഗൈസ്, എന്റെ ലൈവ് എന്റെ POVയിൽ അത് പൊട്ടിത്തെറിച്ചില്ലേ? നീലനല്ല മറ്റേ ആദ്യം പോയി അത് പൊട്ടിയോണ്ട് അണ്ണൻ ഡിലേ ആയത്. ഞാൻ കണ്ടില്ല ഒന്നും. എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ സ്നീക്കപ്പ് ആയി നമ്മള്, മനസ്സിലായി? ആരും അറിഞ്ഞില്ല എന്നുള്ള ഇതില് ഇവിടെ എന്റെ അകത്ത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാ. നീ ഭയങ്കര ഓപ്പണിലായി പോയി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു ഞങ്ങള് വരുമ്പോഴത്തേക്ക്. ഞാൻ ബാക്കിന് കൊറേ അടിച്ചായിരുന്നു. ബാക്കിന്നടാ എന്നുവെച്ചാ ഇവിടം വരെ ഞാൻ എത്തിക്കണ്ട. ഇവൻ എന്ത് പറയാ, ലെഫ്റ്റിലോട്ട് പോകും. കണ്ടാ ഈ ഇവനെ ഡൗൺ ആക്കായിരുന്നു, മനസ്സിലായ? ഈ പോകുന്നവനെ ആ സമയത്ത് ഞാൻ നോക്കുമ്പോ തിരിച്ചു കണ്ട നിങ്ങൾ ഇത്രയും ദൂരം. അപ്പൊ പിന്നെ ഞാൻ ബാക്ക് ഇത്രയും ദൂരം ആയപ്പോ ഞാൻ ഇപ്പൊ പൊട്ടിത്തെറിയും ആക്രമണമൊക്കെ കഴിഞ്ഞ് ഞാൻ വരുന്നതേ ഉള്ളൂ. ഞാൻ വന്ന് നീ പറയുമ്പോ തന്നെ ഞാൻ അടിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അവിടെ. കുഴപ്പമില്ല, ടൈമിങ് മിസ്സായതാ. നിന്നെ ഒരാളൊന്നുമല്ല, നിന്നെ 5 പേര് അത് കണ്ടു. പക്ഷെ നമുക്ക് ആ പൊസിഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ലാസ്റ്റ് സോണിൽ പെട്ടുപോകുന്ന വെച്ചിട്ട് അത് എടുത്തേ പറ്റൂന്ന് വെച്ചിട്ട് ചെയ്തതാ. നമ്മള് ടാക്സി കുത്തില്ല, അച്ഛനെ കുറിച്ച് നിർത്തി ക്രിസ്മസ് പുള്ളിയുടെ വായിൽ LED ബൾബ് ഇട്ടോണ്ടിരിക്കും. അതിപ്പോ കഴിയും, ഒരു 5 മിനിറ്റ് കഴിയും. വന്നിട്ട് ഞാനിപ്പോ ഫേസ് ക്യാമിൽ തൂക്കാം പൊട്ടച്ചുമനെ. എടാ വാറൊന്നും അല്ല തോറ്റ, ഡർഫാ തോറ്റ, മനസ്സിലായ? അത് അറ്റാക്കിങ് വലിയ കോണം വലിയ താളം അടിക്കാണ്ട് അടിച്ചെടുത്തതാണ് ഞങ്ങള്. കരഞ്ഞ് മേടിച്ചോണ്ട് പോയതല്ലേ, കൊണ്ടുപോക്കോട്ടെ, ഞങ്ങള് വീണ്ടും അടിച്ചെടുത്തോളാം. രക്ഷപ്പെട്ടെടുത്ത് എന്നിട്ട് മുക്കിത്തൂര് എടുത്തിട്ടാണ് മെസ്സ് അടിക്കല്ലേ ഇവിടെ വന്നിരുന്നത്. എന്തൊക്കെയോ കണ്ടു കേട്ടോ ഡെസ്ട്രോ. ഇവിടെ ജസ്റ്റ് ഒരു പിക്ക് എടുക്കും. ബിട്രേറ്റ് കുറവാ. അവൻ ഇഫാക്കോ അവിടെ ഒരുത്തനുണ്ടായിരുന്നല്ലേ? സാഗർ പൊസിഷൻ റൈറ്റ് എൻട്രൻസ് നോക്കിയാൽ കുറെ എണ്ണത്തെ കാണായിരുന്നു കേട്ടോ. ഈ സമയത്ത് നമുക്കൊരു നല്ല കളിയായിരുന്നു. ആണോ റുബില? താങ്ക് യു ഡാലിയ, വെൽക്കം ടു സ്ട്രീം. നീ എന്റെ സൈഡ് ആയിരുന്നു, നിനക്ക് കുറച്ചേരം കൂടെ ഇറക്കി കിട്ടി.
ശരി നെക്സ്റ്റ് കളിയായിരുന്നു. ആയുഷ്മാൻ ഭവ. എന്നെ Next എന്നെ turn ഒരു എടുക്കാം. ചാവേറാക്കി കളഞ്ഞല്ലേ. എന്നെ 2 വർഷത്തിന് ശേഷം ടർഫ് കളിക്കാൻ ഞാൻ 2 വർഷം അതിലെന്നെ ചാവേറാക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, ഓൾ ഗുഡ്, ഒരു പ്രശ്നമില്ല എനിക്ക്. കാണാവോ? നോക്കട്ടെ ഒരു minute. എന്റെ ചാവേർ പി കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളെയൊക്കെ കാണാം. സുഗ്രൂഷുണ്ട് കുറെ പേർക്ക്. ഇവനെ ഞാനും പുതുക്കൂടാ. ഇവിടുന്ന് തന്നെ വെച്ച് നമുക്ക് കുറച്ച് പിക്ക് കിട്ടിയേനെ. നമ്മളെ കുറച്ച് നിന്ന് അടിക്കുന്നുണ്ടായിരുന്നുള്ള. ഇവരിവിടെ എത്തിയല്ലേ? ഇവനെ ഞാൻ കണ്ടായിരുന്നു നേരത്തെ. ഓ നൈസറാ. ഇവനെ തന്നെ നീ പിന്നെ അടിച്ചല്ലേ. ഓ അത് റീലോഡ് ആയില്ലായിരുന്നു, അവനും കിട്ടിയേനെ കേട്ടോ ചിലപ്പോ. സത്യം. നിന്റെ അതെ, ഞാൻ അവനിപ്പോ കൊടുക്കും. വെയിറ്റ് ചെയ്ത് എടാ, നിങ്ങൾ ഈ ലൈവ് ഇരുന്ന് പറയണ പോലല്ല കളി. ഓരോരുത്തന്മാർ ഓരോ വെയിറ്റ് ചെയ്താ വെയിറ്റ് ചെയ്തല്ലേ ഇത് കണ്ടോണേ. കണ്ടോ ഇച്ചിരി ലക്ക് ഫേവർ ആയ വിഷയങ്ങൾ ഇത് കണ്ടോ? നീല ഇത് കണ്ടോ? ഇവിടെ കുത്താൻ വീണ്ടതാ. എന്നെ കൊണ്ടുപോകും. ഹരി ചാറ്റിൽ പഠിപ്പിക്കുന്നത് നീ മൈൻഡ് ചെയ്യണ്ട, ഞാനത് പണ്ടേ നോക്കാറില്ല. ഇവന്മാർക്ക് ഇത് എന്റെ വ്യൂവിലുണ്ട്. ഇത് ഇവന്മാർക്ക് 5 പോയിട്ട് ഒരു അണ്ടിയും കളിക്കാത്തവന്മാരെ ഇവന്മാരെ മനസ്സിലായ. ഇവന്മാരുടെ ഒന്നും പഠിപ്പിക്കില്ല, നമ്മള് റിപ്ലൈ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും പോവും. നീല അവന് ജസ്റ്റ് മിസ് നീ ഇടിക്കാന്. മേരി ക്രിസ്മസ് ആണ്. മേരി ക്രിസ്മസ് ഗൈസ്. ഓ കൂട്ടടി കേറാത്ത പൊത്തിക്കൂടൊക്കെ കേറി ഓടിയവൻ. ആ വണ്ടി സത്യം പറഞ്ഞ അതുവഴി പോവൂല GTA-ല്, അതാ ഇടിച്ചു കയറ്റിയത്. എന്റെ അളിയ എന്തൊക്കെ കാണണം. സ്നൈപ്പ് എന്തിയടാ അവന്റെ ഇത് നോക്കി മറ്റേ നമ്മളെ കൊണ്ട് കുത്തുമ്പോ ഒരുത്തൻ മറ്റേ മാനത്തോട്ട് നോക്കി നിൽക്കുന്ന ഒരുത്തനെ കാണിച്ചരാവേ. അവൻ വേറെ ലോകത്താടാ. ഒരുത്തനെ ഞാൻ കുത്തണ സമയത്ത് ഒരുത്തൻ വേറെ സ്ഥലത്തോട്ടൊക്കെ നോക്കി. എടാ അവ ഹാപ്പി ക്രിസ്മസ് പറയാൻ വേണ്ടി വന്നതാ. ഇത് കണ്ടോ? അവര് റേഡിയോയിൽ ഹാപ്പി ക്രിസ്മസ് പറയുക. ഞങ്ങളത് കണ്ടോണ്ടിരിക്കുവല്ലായിരുന്നോ? ഇവനടിച്ച് തെറിപ്പിക്കും. തെറിപ്പിക്കോ? ഇവരാരും കണ്ടില്ലടാ, ഇവരാരും. ഇല്ല എനിക്കൊന്നും ഇവരെ കിട്ടിയായിരുന്നടാ നിനക്ക്? അയ്യോ അവനെ കിട്ടിയാനാടാ. ഞാൻ നോക്കും ദൈവം അടുത്തവൻ. കൊലയാടിയെ പെണ്ണടിക്കും. ഇത് സാധനം കാണിച്ചത് ഞാൻ ഒരുത്തനല്ലേ വിചാരിച്ച് കേറി. നിങ്ങൾ ഒരുത്തനെ റൈറ്റ് നോക്കും. നിങ്ങളൊന്നും ഡയറക്റ്റ് ഡബ്ല്യൂ അടിച്ചു പോണായിരുന്നു. നോക്കി ഇപ്പൊ കണ്ട എടാ എന്നെ അല്ലടാ നിന്നെ അടിച്ചത് വണ്ടിയുടെ പുറയിലുള്ളവനാടാ. അല്ലല്ല നിന്നെ അടിച്ച് ഡിങ്ക് ചെയ്യുന്നത് ആദ്യത്തെ 2 അടി അടിച്ച് അടിക്കുന്നത് നിന്നെ വണ്ടിയുടെ പുറയിലുള്ളവനാ അടിക്കണേ. ആ വൺവേ ഇരിക്കുന്നവനാ നിന്നെ അടിക്കണം. നിനക്ക് ലാസ്റ്റ് അടി എന്താണ് ഇവന്റെ കിട്ടുന്നത്, മനസ്സിലായ? ഞാൻ ഇവനെടുക്കാനാണ് ഞാൻ അടിക്കാൻ പോയി. മറ്റവനെ നോക്കാതെ എനിക്ക് ഇവനെങ്കിലും എങ്ങനെയും എടുത്ത് കില്ല്. ഗ്യാങ് ഫണ്ട് കളക്ഷൻ മറ്റന്നാളാണ് ഗൈസ്. നാളെ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് ആയതുകൊണ്ട് ഇവന്മാർക്ക് എല്ലാവർക്കും ഗ്യാപ്പ് കൊടുത്തേക്കും. മറ്റന്നാൾ ഗ്യാങ് ഫണ്ട് കളക്ഷൻ. ആൻഡ് ജാനുവരി 2-ാം തീയതി ആയിരിക്കും നമ്മുടെ വണ്ടിയുടെ ലോഞ്ച്. ഗ്യാങ് വെഹിക്കിൾ. സ്നൈപ്പിനെ വിളിച്ചിട്ട് എടുക്കണില്ലടാ. അവൻ ടൈപ്പിംഗ്. നോക്കട്ടെ സ്നൈപ്പർ. അവൻ പുറത്തു വന്നു. അവൻ പുറത്താണോ? ആ അർജന്റായിട്ട് എവിടെ പോണെന്ന് പറഞ്ഞതാ. പുറത്തോട്ട് പോകണോ കേസ്? അവൻ വാറ കണ്ട് ഇറങ്ങി. ഇത് സേഫ് സോൺ ആണല്ലേ?